ജൂലൈ 18 വൈകുന്നേരം ഒരു 5 കൂടിയിട്ടാണ് നമ്മൾ എറണാകുളത്ത് നിന്ന് ബാംഗ്ലൂരേക്ക് യാത്ര തിരിച്ചത്. നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത് 19 രാവിലെ ഒരു 5 മണിയോട് കൂടിയിട്ടെങ്കിലും നന്ദി ഹിൽസിൽ എത്തണമെന്നുള്ളതാണ്. നമ്മൾ പോകുന്നത് ഒരു വെള്ളിയാഴ്ച ആയതുകൊണ്ട് അധികം തിരക്കില്ലെന്നാണ് വിചാരിക്കുന്നത്. ശനിയും ഞായറൊക്കെ ആണെങ്കിൽ ഭയങ്കര തിരക്കാണ്. 5 മണിക്ക് എത്തുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് നന്ദി ഹിൽസിലേക്ക് നമ്മൾ പോകുമ്പോൾ എപ്പോഴും ഏർലി മോർണിംഗ് പോകുന്നതാണ് നല്ലത്. എങ്കിൽ മാത്രമേ നമുക്ക് അവിടുത്തെ ഒരു ക്ലൗഡ് ബെഡും മഞ്ഞും ആ ഒരു കാഴ്ചകളും ഒക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് രാവിലെ തന്നെ പോകണം. ഇതിനു മുമ്പ് നമ്മൾ ഒരു വട്ടം പോയിട്ടുണ്ട്, അപ്പം നമുക്ക് അത്രയധികം അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഈ സമയം കൂടി നമ്മൾ തിരഞ്ഞെടുത്തത്. ആക്ച്വലി നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് 4 മണിയോട് കൂടി നന്ദി ഹിൽസിൽ എത്തണമെന്നായിരുന്നു. ഇപ്പം നമ്മൾ കുറച്ച് വൈകിട്ടുണ്ട്, ഇപ്പം 5 മണി കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല. 6 മണിക്കാണ് നന്ദി ഹിൽസിലേക്കുള്ള ഗേറ്റ് അവർ ഓപ്പൺ ചെയ്യുന്നത്. അപ്പോഴേക്ക് നമ്മൾ അവിടെ പോയി വെയിറ്റ് ചെയ്യണം. കാരണം 120 വണ്ടി മാത്രമേ ഇവർ അകത്തേക്ക് കടത്തിവിടത്തുള്ളൂ. ഇത് ഞാൻ പല സ്ഥലത്ത് വായിച്ചതും കുറച്ച് പേരൊക്കെ പറഞ്ഞു വെക്കുകയാണ് ഇങ്ങനെ അറിഞ്ഞത്. 120 വണ്ടി മാത്രമേ അകത്ത് പാർക്ക് ചെയ്യാൻ സ്ഥലമുള്ളൂ. അതുകൊണ്ട് അത്ര വണ്ടി മാത്രമേ കടത്തിവിടുള്ളൂ എന്ന്. മാത്രമല്ല വീക്കെൻഡ്സിൽ ഭയങ്കര തിരക്കാണ്. അതുകൊണ്ട് സാറ്റർഡേ സൺഡേ വരാതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യണം. ഈ വീക്ക് ഡേയ്സ് വരുവാണെന്നുണ്ടെങ്കിലാണ് നമുക്ക് ഈ സമയത്തെങ്കിലും ഇവിടെ കയറാൻ പറ്റുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇവിടെ വന്നാൽ തിരിച്ചു പോവേണ്ടി വരും. അതിനും നേരത്തെ ആൾക്കാർ വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. നമ്മൾ വന്നിരിക്കുന്ന ടൈം നല്ല പക്ക കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു. കാരണം നല്ല കാലാവസ്ഥയാണ്, നല്ല കോടമഞ്ഞുണ്ട്, ചെറിയ ചാറ്റൽ മഴയുണ്ട്. ഈ ഒരു കാലാവസ്ഥയാണ് ശരിക്കും നന്ദി ഹിൽസിലേക്ക് വരാൻ പറ്റിയ ടൈമിംഗ് എന്ന് പറയുന്നത്. സമ്മറിൽ വന്നാലും അല്ലെങ്കിൽ വൈകുന്നേരം വന്നാലും നമുക്ക് ഇങ്ങനെ ഒരു കാലാവസ്ഥയും ഇങ്ങനെ ഒരു ഭംഗിയും നന്ദി ഹിൽസിൽ ആസ്വദിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഏകദേശം ഒരു 5:30 ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഗേറ്റ് ഓപ്പൺ ചെയ്ത് കിട്ടി. ഇനി നമുക്ക് ടിക്കറ്റ് എടുക്കണം. അങ്ങനെ നമ്മൾ പാർക്കിംഗ് ഏരിയയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ എത്തിയപ്പോഴാണ് ഇവിടുത്തെ തിരക്കിന്റെ ഒരു കാഠിന്യം എനിക്ക് മനസ്സിലായത്. നമ്മൾ താഴേന്ന് മുകളിലേക്ക് വണ്ടിയിൽ വരുമ്പോൾ വണ്ടിയുടെ മുന്നിലായിട്ട് കുറച്ച് വണ്ടികളല്ലേ ഉണ്ടായുള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ചു വീക്ക് ഡേയ്സ് ആയതുകൊണ്ട് തിരക്ക് കുറവായിരിക്കും, സാറ്റർഡേ സൺഡേ ആയിരിക്കും നല്ല തിരക്കെന്ന്. പക്ഷെ നല്ല തിരക്കാണ്, മുട്ടിയിട്ട് നടക്കാൻ പറ്റാത്ത തിരക്കാണ്. അപ്പൊ വീക്ക് ഡേയ്സിൽ ഇത്രയും തിരക്കുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ വീക്ക് എൻഡിൽ വരുമ്പോൾ എത്ര സമയത്ത് വന്ന് വെയിറ്റ് ചെയ്യണമെന്നൊന്ന് ആലോചിച്ച് നോക്കെ. രാവിലെ ഒരു 3:30-4 മണിയോട് കൂടിയെങ്കിലും നിന്നില്ലെങ്കിൽ നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റില്ല. അവർ ശരിക്കും ഗേറ്റ് അടയ്ക്കുകയും ചെയ്യും. ഇനി നമുക്ക് ക്യൂ നിൽക്കണം. ക്യൂവിലാണെങ്കിലും നല്ല തിരക്കാണ്. കുറേ നേരം ക്യൂ നിന്നിട്ടാണ് എനിക്ക് ടിക്കറ്റ് കിട്ടിയത്. ഒരാളുടെ ടിക്കറ്റ് എന്ന് പറയുന്നത് 20 രൂപയാണ്. അപ്പൊ നമ്മൾ 4 പേരുണ്ട്. 4 പേരുടെ ടിക്കറ്റും എടുത്തിട്ടുണ്ട്. പിന്നെ 4 വീലറിന്റെ പാർക്കിംഗ് ഫീസും എടുത്തിട്ടുണ്ട്. 4 വീലറിന് 40 രൂപയാണ്. ബൈക്കിന് എത്രയാണെന്ന് ഞാൻ ചോദിച്ചില്ല, മേ ബി 20 രൂപ ആയിരിക്കാം. അപ്പൊ നമ്മൾ വണ്ടിയുടെയും ടിക്കറ്റും നമ്മുടെ ടിക്കറ്റും എടുത്തിട്ട് ഇനി മുകളിലേക്ക് പോവാണ്. കല്ല് വെച്ച് കെട്ടിയ വലിയ കവാടം കിടന്നാണ് നമ്മൾ അകത്തേക്ക് വരുന്നത്. ഇതിന്റെ മുകളിലേക്ക് നമുക്ക് നടന്നു പോകാം. ഈ വഴിയാണ് മുകളിലേക്ക് പോകുന്നത്. ഇതിനു മുമ്പ് ഞാൻ വന്നപ്പോൾ ഈ വഴി ഞാൻ പോയതാണ്. ഏകദേശം ഒരു 1.5-2 കിലോമീറ്ററോളം നമുക്ക് നടക്കാനുണ്ട്. ഈ അങ്ങ് വരെയും കുറേ പടികളൊക്കെ കയറാനുണ്ട്. നല്ല ചാറ്റൽ മഴയുണ്ട്, നല്ല മഞ്ഞുണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യത്തേക്ക് നടക്കൽ ഞാൻ ഒഴിവാക്കി. അപ്പോൾ ഇവിടെ വണ്ടിയുണ്ട്. നമുക്ക് അതിനകത്തും ടിക്കറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടിയിൽ മുകളിലേക്ക് കൊണ്ടാക്കും. ഒരാൾക്ക് 30 രൂപയാണ് ടിക്കറ്റ് വരുന്നത്. അങ്ങനെ നമ്മൾ പതുക്കെ ബസ്സിൽ കയറിയിരുന്നു. ആദ്യം തന്നെ കയറിയതുകൊണ്ട് കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്യണം. വണ്ടിയിൽ സീറ്റിലെല്ലാം ആളായതിനു ശേഷം മാത്രമേ വണ്ടി എടുക്കുകയുള്ളൂ. അപ്പം നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് കുറച്ച് നേരം പുറത്തിറങ്ങി നിന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ വന്ന പോലെയല്ല, നന്നായിട്ട് കോടമഞ്ഞ് കൂടിയിട്ടുണ്ട്. ചെറിയ ചാറ്റൽ മഴയുണ്ട്, നല്ല തണുപ്പുണ്ട്. ശരിക്കും ജാക്കറ്റും തൊപ്പിയൊന്നും ഇല്ലാതെ നമുക്ക് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ തന്നെയുണ്ട്. ശരിക്കും ബാംഗ്ലൂർ പോലൊരു സ്ഥലത്ത്, അതും 60 കിലോമീറ്റർ ചുറ്റളവിൽ നല്ല അടിപൊളി കോടമഞ്ഞും തണുപ്പും ഒക്കെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ഹിൽ സ്റ്റേഷൻ ഉണ്ട് എന്നുള്ളത് തന്നെ ഭയങ്കര അത്ഭുതമാണ്. അങ്ങനെ ഇതൊക്കെ ആലോചിച്ച് നിന്നപ്പോഴത്തേക്കും വണ്ടി പോകാനുള്ള ടൈമായി. അങ്ങനെ വണ്ടിയിലേക്ക് കയറി ഏകദേശം ഒരു 2 കിലോമീറ്ററോളം പോവുകയാണെങ്കിൽ നമുക്ക് നന്ദി ഹിൽസിന്റെ മുകളിലേക്ക് എത്താം. നന്ദി ഹിൽസിലേക്ക് ആദ്യമായിട്ട് വരുന്നവർക്ക് ഞാൻ ഈ ബസ് യാത്ര റെക്കമെൻഡ് ചെയ്യത്തില്ല. നമ്മൾ ആ മെയിൻ കവാടം കഴിഞ്ഞ് വന്നിട്ട് മുകളിലേക്കുള്ള സ്റ്റെപ്പുകൾ കയറി പോകുന്നത് തന്നെയായിരിക്കും നല്ലത്. ഏകദേശം ഒരു 2 കിലോമീറ്ററോളം നടക്കാനുണ്ടെങ്കിലും ആ യാത്രയ്ക്ക് ഒരു പ്രത്യേക ഫീൽ തന്നെയാണ്. ഒരുപാട് മരങ്ങളും കിളികളുടെ ശബ്ദവും തണുപ്പും ഒക്കെ ആയിട്ട് നമ്മൾ നടന്ന് കയറുന്നതേ അറിയില്ല. പിന്നെ ഈ ബസ് യാത്ര ഞാൻ ഇന്ന് സെലക്ട് ചെയ്തത് ഞാൻ ഓൾറെഡി അങ്ങനെ പോയതുകൊണ്ടും ഇന്ന് അത്യാവശ്യം നന്നായിട്ട് ചാറ്റൽ മഴ ഉള്ളതുകൊണ്ടുമാണ്. അപ്പോൾ നമ്മൾ മുകളിലേക്ക് എത്തി. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങണം. ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ശരിക്കും താഴത്തേക്കാൾ നല്ല മഞ്ഞാണ് മുകളിൽ, നല്ല മഞ്ഞുമാണ്, നല്ല തണുപ്പുമാണ്. മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് 1-2 റെസ്റ്റോറൻറ്റുകൾ കാണാം. ഇവിടെ കയറിയിട്ട് ചായയും സ്നാക്സും ഒക്കെ കഴിക്കാം. ഒരു 8 മണിയോട് കൂടിയിട്ടാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റും അവൈലബിൾ ആണ്. പക്ഷെ വൃത്തിയുടെ കാര്യം എടുത്തു പറയേണ്ടതാണ്. ഒരു തരത്തിലും വൃത്തിയില്ല. അത്രയ്ക്ക് വൃത്തിഹീനമായ അന്തരീക്ഷത്തിലാണ് ഉണ്ടാക്കുന്നതും സെർവ് ചെയ്യുന്നതും. അപ്പോൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ മാത്രം കഴിച്ചാൽ മതി. പിന്നെ ഒരു കാര്യമുണ്ട്, നമുക്കിതിൻ്റെ അടുത്തൊന്നും തന്നെ വേറെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കിട്ടുന്ന സ്ഥലമില്ല. നമ്മൾ ഈ നന്ദി ഹിൽസിലേക്ക് രാവിലെ വരുമ്പോൾ തന്നെ ഒന്നും കഴിക്കാതെ ആയിരിക്കുമല്ലോ വന്നിട്ടുണ്ടാവുക.
ഇതിന്റെ താഴെ ചെന്ന് താഴ്വാരത്തുനിന്ന് കഴിക്കാനാണെന്നുണ്ടെങ്കിൽ അവിടെ അത്യാവശ്യം നല്ല റേറ്റ് ആണ്. 2 പേര് കഴിക്കുമ്പോൾ തന്നെ ഒരു 400 റുപ്പീസ് ഒക്കെ ആവും. ഇതിനു മുമ്പ് നമ്മൾ കഴിച്ചതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ ഇനി ബാംഗ്ലൂർ ടൗണിൽ എത്തിയിട്ട് കഴിക്കൽ മാത്രമേ വഴിയുള്ളൂ. അപ്പൊ ചെറിയ രീതിയിൽ ഇവിടുന്ന് ചായയും സ്നാക്സും ഒക്കെ കഴിക്കുന്നതായിരിക്കും ബുദ്ധി. ഇവിടെ നിന്ന് കുറച്ച് പടികൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ കല്ല് വിരിച്ച ഒരു ഭാഗത്തേക്കാണ് എത്തുന്നത്. അതിന്റെ ഒരു സൈഡിലായിട്ട് പെയ്ഡ് ടോയ്ലറ്റ് ഉണ്ട്. പക്ഷെ പെയ്ഡ് ടോയ്ലറ്റ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു തരത്തിലും വൃത്തിയില്ല. അപ്പൊ നന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നവർ മാത്രം ആ ടോയ്ലറ്റ് യൂസ് ചെയ്താൽ മതി. പിന്നെ ഈ സ്ക്വയറിന്റെ ഒരു ഭാഗത്തായിട്ട് ഒരു ചെറിയ അമ്പലമുണ്ട്. അമ്പലത്തിൽ കയറണമെന്നുള്ളവർക്ക് അവിടെ കയറാം. പിന്നെ ഇടതു ഭാഗത്തായിട്ടുള്ളത് ഒരു സൺറൈസ് കാണാൻ പറ്റുന്ന വ്യൂ പോയിന്റ് ആണ്. അവിടേക്കല്ല ഇപ്പൊ നമ്മൾ പോണത്. ഈ അമ്പലത്തിന്റെ ബാക്കിലായിട്ട് നല്ല വിശാലമായിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. അതായത് ക്ലൗഡ് ബെഡ് ഒക്കെ കാണാൻ പറ്റുന്ന. നന്ദി ഹിൽസിന്റെ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു മഞ്ഞും തണുപ്പും പിന്നെ നമ്മൾ നിൽക്കുന്ന ലെവലിൽ നിന്നും താഴേക്ക് നോക്കിയാൽ കാണുന്ന വിശാലമായ ക്ലൗഡ് ബെഡും ആണ്. ആ ഒരു ഭാഗത്തേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ഇവിടെ ഒരു ചെറിയ അമ്പലം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അമ്പലത്തിന്റെ പേര് യോഗ നന്ദീശ്വര സ്വാമി ടെമ്പിൾ എന്നാണ്. ഇവിടെ വരുന്നവർ ഒരുപാട് പേര് അകത്ത് കയറി പ്രാർത്ഥിക്കുന്നുണ്ട്. അമ്പലത്തിന്റെ തൊട്ടടുത്തുള്ള വഴി കൂടെയാണ് നമ്മൾ ഈ ക്ലൗഡ് ബെഡ് കാണാൻ പറ്റുന്ന ഭാഗത്തേക്ക് പോകുന്നത്. അമ്പലത്തിന്റെ റൈറ്റ് സൈഡിലായിട്ട് നന്ദി ഹിൽസിന്റെ പോസ്റ്റ് ഓഫീസ് ഉണ്ട്. ഒരു നീളത്തിൽ കിടക്കുന്ന ഒരു പഴയ കാലത്ത് പോലത്തുള്ള ഒരു ബിൽഡിംഗ്. നമ്മൾ ഹിൽ സ്റ്റേഷനിലൊക്കെ ചെല്ലുമ്പോൾ കാണാൻ പറ്റുന്ന ടൈപ്പിലുള്ള ഒരു ബിൽഡിംഗ് ആണ്. അമ്പലത്തിന്റെയും പോസ്റ്റ് ഓഫീസിന്റെയും ഇടയിലുള്ള വഴിയിലൂടെ കുറച്ചു ദൂരം മുന്നിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ വ്യൂ പോയിന്റിലെത്തും. നമ്മൾ ആ പാറക്കെട്ടുകളിലൂടെ നടന്നു വരുന്നത് വേറൊരു വിശാലമായ ലോകത്തേക്കാണ്. അങ്ങ് അറ്റത്തൊന്നും ഒന്നും കാണാൻ പറ്റുന്നില്ല. നമ്മൾ കുറച്ചും കൂടെ മുന്നിലേക്ക് നടക്കുമ്പോഴാണ് വിസിബിലിറ്റി വരുന്നത്. ഇതിന്റെ ഇടയ്ക്കായിട്ട് കുറച്ച് പ്ലാറ്റ്ഫോമുകൾ ചെയ്തിട്ടുണ്ട്. മുകളിൽ ഇങ്ങനെ കൂടാരം പോലെയൊക്കെ വെച്ചിട്ട് പ്ലാറ്റ്ഫോമുകൾ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നതാണ്. അവിടെ കയറി നിന്നാലും നമുക്ക് ഈ വ്യൂ പോയിന്റ് കാണാം. പക്ഷെ ഇന്നത്തെ അവസ്ഥയിൽ നമുക്ക് ക്ലൗഡ് ബെഡ് ഒന്നും കാണാൻ പറ്റത്തില്ല. കാരണം മഞ്ഞും ഈ മഴയൊക്കെ ആയതുകൊണ്ട് ക്ലൗഡ് ബെഡ് അല്ല, മൊത്തത്തിൽ മഞ്ഞ് വന്ന് കംപ്ലീറ്റ് ആയിട്ട് മൂടിയിരിക്കുകയാണ്. അത്യാവശ്യം ഈ മഴ ഇല്ലാതെ സൂര്യപ്രകാശം ഉള്ള ഒരു സമയമാണെന്നുണ്ടെങ്കിൽ നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് നിന്ന് താഴെയായിട്ട് നമുക്ക് ക്ലൗഡ് ബെഡ് കാണാം. പിന്നെ ഇവിടെ നിൽക്കാൻ തന്നെ പറ്റാത്തത്ര കാറ്റാണ്. നമുക്ക് ക്യാമറ ഒന്നും പിടിക്കാൻ പോലും പറ്റുന്നില്ല. നമ്മുടെ കയ്യിൽ 2 ക്യാമറ ഉണ്ടായിരുന്നു. ഒരു ക്യാമറ എടുത്ത് നമ്മൾ ബാഗിൽ വെച്ചു. ഫോൺ വെച്ച് മാത്രമാണ് ഇപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഫോൺ വെച്ച് പോലും നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അത്രയ്ക്ക് കാറ്റാണ്, കാറ്റും മഴയുമാണ്. ഇവിടെ നമുക്ക് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റുന്ന കുറച്ച് പോയിന്റുകളുണ്ട്. അവിടെയൊക്കെ പോയി നമുക്ക് ഫോട്ടോസ് ഒക്കെ എടുക്കാം. ഇപ്പം നിങ്ങൾ കാണുന്ന ഭംഗിയല്ല നന്ദി ഹിൽസിന് സമ്മർ ടൈമിൽ വരുമ്പോൾ. ഓരോ സമയത്ത് വരുമ്പോഴും ഓരോ ഭംഗിയാണ്. ഇതിപ്പോൾ മഞ്ഞും മഴയും ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഫീൽ നമുക്ക് കിട്ടുന്നത്. ഇതിന് മുമ്പ് സമ്മറിൽ വന്നപ്പം ഇങ്ങനെ ഒരു ഫീലേ ഉണ്ടായിരുന്നില്ല. ഇത് എന്ത് സ്ഥലമാണെന്ന് ഞാൻ ആലോചിച്ചു പോയി. ഞാനത് ആ വീഡിയോയിൽ പറയുകയും ചെയ്തു. ശരിക്കും നമ്മൾ ഈ ഒരു നന്ദി ഹിൽസിലേക്ക് വരേണ്ട കാര്യമില്ല, നമ്മുടെ നാട്ടിൽ ഒരുപാട് നല്ല ഹിൽ സ്റ്റേഷൻ ഉണ്ട് എന്നൊക്കെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സമയത്ത് വന്നപ്പം ആ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെ എനിക്ക് പിൻവലിക്കാൻ തോന്നുകയാണ്. അത്യാവശ്യം നല്ല ഭംഗിയിലാണല്ലോ ഇപ്പൊ നമ്മൾ കാണുന്നത്. ഇതിന്റെ ഒരു ഡിഫറൻസ് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഞാൻ സമ്മർ ടൈമിൽ വന്നിരിക്കുന്ന കുറച്ച് വിഷ്വൽസും കൂടെ ഇവിടെ കൊടുക്കാം. അപ്പൊ ഇവിടെ ആക്ച്വലി എന്താണ് വ്യൂ ഉള്ളതെന്ന് മനസ്സിലാവും. പക്ഷെ ഭംഗിയും അതിന്റെ ഒരു ഫീലും കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് തന്നെ വരണം. ഈ വിഷ്വൽ ഞാൻ സമ്മർ ടൈമിൽ എടുത്ത വിഷ്വലാണ്. ഏകദേശം രാവിലെ ഒരു 8 മണിക്കായിരിക്കും ഈ വിഷ്വൽ എടുത്തിട്ടുണ്ടാവുക. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മുടെ നാട്ടിലുള്ള അതേ ഒരു കാലാവസ്ഥയും അതേ വിസിബിലിറ്റി ഒക്കെ തന്നെയാണ്. താഴ്വാര കാഴ്ചകൾ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. താഴ്വാരത്തിലായിട്ട് ഒരുപാട് കൃഷി സ്ഥലങ്ങളും അങ്ങകലെ ചെറിയ ഗ്രാമങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് കാണുന്നത്. നമ്മൾ ഈ നെല്ലിയാമ്പതിയൊക്കെ പോകുമ്പോൾ മുകളിൽ നിന്ന് കാണുന്ന ഒരു ബേർഡ് ഐ വ്യൂ ഇല്ലേ, ആ ഒരു വ്യൂ തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ ഒരു വിഷ്വലും നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന വിഷ്വലുമായിട്ട് ശരിക്കും കമ്പയർ ചെയ്യാൻ പോലും പറ്റത്തില്ല. അത്രയ്ക്ക് ഡിഫറൻസ് ഉണ്ട്. അത്രയ്ക്ക് മഞ്ഞും മഴയും ഒക്കെ കൂടിയിട്ട് വേറൊരു ക്ലൈമറ്റിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ മലയാളികൾക്ക് സ്വന്തമായിട്ട് ഒരുപാട് ഹിൽ സ്റ്റേഷനുകളുണ്ട്. വയനാട്, ഇടുക്കിയിൽ മൂന്നാർ, വാഗമൻ, പിന്നെ തമിഴ്നാട്ടിലാണെങ്കിൽ പോലും ഒറ്റ ദിവസം കൊണ്ട് പോയി വരാൻ പറ്റുന്ന വാൽപ്പാറ. ഇതെല്ലാം തന്നെ നമുക്ക് ഒരു ഹൈ റേഞ്ച് എക്സ്പീരിയൻസും പിന്നെ നല്ല കോടമഞ്ഞ് തണുപ്പൊക്കെ ആസ്വദിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി സ്ഥലങ്ങളാണ്.
ആ സ്ഥലങ്ങളെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യാൻ പോലും പറ്റാത്തൊരു സ്ഥലമാണ് ഈ നന്ദി ഹിൽസ് എന്ന് പറയുന്നത്. പക്ഷെ നന്ദി ഹിൽസിന് അതിൻ്റെതായ ഒരു പ്രത്യേകതയുണ്ട്. സമ്മറിൽ വരുമ്പോൾ നമ്മൾ ഒട്ടും അട്രാക്ട് ചെയ്യാത്ത, പക്ഷെ അതിൻ്റെ സീസണിൽ വരുമ്പോൾ ശരിക്കും നമ്മൾ അട്രാക്ട് ചെയ്യുന്ന എന്തോ ഒരു മാജിക് നന്ദി ഹിൽസിനുണ്ട്. പൊതുവെ മലയാളികൾ അങ്ങനെ വരാത്തൊരു സ്ഥലം കൂടിയാണ് ഈ നന്ദി ഹിൽസ്. ഞാൻ ഇവിടെ രാവിലെ മുതൽ വന്നിട്ട് ഒരു മലയാള വാക്ക് പോലും ഞാൻ എവിടെ നിന്നും കേട്ടില്ല. മലയാളികളെ പൊതുവെ കണ്ടില്ലെന്ന് തന്നെ പറയാം. സാധാരണ ബാംഗ്ലൂരൊക്കെ വരുമ്പോൾ നമ്മൾ സിറ്റിയിലോ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് പോലുള്ള സ്ഥലത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എവിടെ നിന്ന് നമുക്ക് മലയാളം തന്നെ കേൾക്കാൻ പറ്റുള്ളൂ. മിക്കപ്പോഴും കച്ചവടക്കാർ പോലും മലയാളികളാണ്. അങ്ങനെ വെച്ച് നോക്കുവാണെങ്കിൽ നന്ദി ഹിൽസിൽ ഒരു മലയാളി പോലും കണ്ടുമുട്ടിയില്ലെന്ന് പറയാം. മേ ബി ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം 60 കിലോമീറ്റർ ദൂരെ ആയതുകൊണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഇതിന്റെ പ്രത്യേകത അറിയാത്തത് കൊണ്ടോ ആയിരിക്കാം ആളുകൾ അവരുടെ പ്ലാനിങ്ങിൽ നന്ദി ഹിൽസ് ഇൻക്ലൂഡ് ചെയ്യാത്തത്. പക്ഷേ ഈ ഒരു സീസൺ ടൈമിൽ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ നന്ദി ഹിൽസ് നിരാശപ്പെടുത്തില്ല. ഇപ്പൊ നമ്മൾ പോകുന്നത് സൺറൈസ് പോയിന്റിലേക്കാണ്. നന്ദി ഹിൽസിന്റെ മെയിൻ കവാടം കഴിഞ്ഞ് വരുമ്പോഴേക്കും അവിടെ ഒരു സൈൻ ബോർഡ് ഉണ്ട്, സൺറൈസ് പോയിന്റ് എന്ന് പറഞ്ഞിട്ട്. ആ വഴി വരുവാണെന്നുണ്ടെങ്കിൽ അത് അവസാനിക്കുന്നത് ഈ സൺറൈസ് പോയിന്റിലാണ്. ഇവിടെ ഒരു പ്ലാറ്റ്ഫോം കെട്ടിയിട്ടിട്ടുണ്ട്. അപ്പൊ സൺറൈസും ക്ലൗഡ് ബെഡ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ആളുകൾ ഇവിടെ കയറി നിന്നാണ് കാണുന്നത്. പക്ഷെ എല്ലാവരെയും കൂടെ ഉൾക്കൊള്ളിക്കാനുള്ള ഒരു സ്ഥലമൊന്നും ഈ പ്ലാറ്റ്ഫോമിനില്ല. അതുകൊണ്ട് വരുന്നവർ തന്നെ നമ്മൾ നേരത്തെ ഗ്രില്ലിട്ട് കണ്ട സ്ഥലമില്ലേ, അവിടേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അവിടെ നിന്നാലും നല്ല ഭംഗിയിൽ കാണാൻ പറ്റും. ഇതിന്റെയും ഞാൻ സമ്മറിൽ വന്നപ്പോൾ അടുത്തൊരു വിഷ്വൽ കൊടുത്തിരിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഈ രണ്ട് സമയത്തും നന്ദി ഹിൽസിന്റെ എന്തോരം വ്യത്യാസം ഉണ്ട് എന്നുള്ളത് മനസ്സിലാവും. സൺറൈസ് പോയിന്റ് ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഇനി നമ്മൾ മെയിൻ ഗേറ്റിലേക്ക് പോവുകയാണ്. ഇങ്ങോട്ട് വന്നത് ബസ്സിലായതുകൊണ്ട് നമ്മൾ തിരിച്ച് നടന്നു പോകാമെന്ന് വിചാരിച്ചു. ചാറ്റൽ മഴയൊക്കെ കുറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മൾ മിസ്സാക്കിയ കുറച്ച് കാഴ്ചകൾ പോകുന്ന വഴിക്ക് കാണുകയും ചെയ്യാം. നമ്മൾ പോകുന്ന വഴിക്ക് കുട്ടികൾക്ക് വേണ്ടി ഒരു പാർക്ക് ഉണ്ട്. പക്ഷെ ഇപ്പൊ കുട്ടികളൊന്നും കളിക്കാനില്ല. പക്ഷെ അതിന്റെ ബാക്ക്ഗ്രൗണ്ടും മഞ്ഞും കളർ കോമ്പിനേഷനൊക്കെ കണ്ടിട്ട് വേറെ ഏതോ ഒരു സ്ഥലത്തൂടെ നടന്നു പോകുന്ന പോലെ എനിക്ക് തോന്നുന്നത്. ഒരുപാട് മഞ്ഞും തണുപ്പൊക്കെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ഹിൽ സ്റ്റേഷൻ എന്നതിലുപരി നന്ദി ഹിൽസിന് ഒരുപാട് ചരിത്ര പ്രാധാന്യമുണ്ട്. ടിപ്പു സുൽത്താന്റെ ഭരണകാലത്ത് അദ്ദേഹത്തിന്റെ സമ്മർ പാലസ് ഉണ്ടായിരുന്നത് നന്ദി ഹിൽസിലാണ്. പക്ഷെ ആ പാലസിന്റെ ബഹുഭൂരിപക്ഷം ഭാഗങ്ങളും ഇപ്പൊ തകർന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. മാത്രമല്ല ആ കാലത്ത് കുറെ ക്രിമിനലുകളുടെ വധശിക്ഷയും ഈ നന്ദി ഹിൽസിൽ വെച്ച് നടപ്പാക്കിയിരുന്നു. ടിപ്പു സുൽത്താന്റെ ഭരണകാലവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലം കൂടിയാണ് നന്ദി ഹിൽസ്. ശരിക്കും നമ്മൾ തിരിച്ചു നടന്നു പോകാൻ വിചാരിച്ചത് തന്നെ ഈ ഒരു സ്ഥലം കൊണ്ടാണ്. ശരിക്കും ഇതൊരു മാജിക്കൽ പ്ലേസ് ആണ്. നമ്മൾ രണ്ടു വശത്തേക്കും ബസ്സിനാണ് പോകുന്നുണ്ടെങ്കിൽ ഈ സ്ഥലം ശരിക്കും നമുക്ക് മിസ്സാവും. നടന്നു വന്നവർക്ക് മാത്രമേ ഇങ്ങനെ ഒരു സ്ഥലം ശരിക്കും കാണാൻ പറ്റുള്ളൂ. ഒരുപാട് മരങ്ങളുടെയൊക്കെ ഇടയിലായതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് നോട്ടീസ് ചെയ്യാൻ പറ്റില്ല. ഇതിനു മുമ്പ് ഞാൻ സമ്മറിൽ വന്നപ്പോൾ ഈ സ്ഥലത്ത് വന്നതാണ്. പക്ഷെ എന്നെ ഒട്ടും അട്രാക്ട് ചെയ്യാത്തൊരു സ്ഥലമായിരുന്നു അത്. ഞാൻ ഒരുപാട് വീഡിയോസിലും റീൽസിലൊക്കെ കണ്ടിട്ടാണ് ശരിക്കും വന്ന് ഈ സ്ഥലത്തേക്ക് വന്നത്. പക്ഷെ എനിക്ക് ഒന്നും തന്നെ തോന്നിയില്ല, എന്നെ ഒട്ടും തന്നെ അട്രാക്ട് ചെയ്തില്ല. പക്ഷെ ഈ ഒരു സമയത്ത് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ അതേ ഒരു ഫീല്, അതേ നന്ദി ഹിൽസിൻ്റെ ഒരു വൈബ് എനിക്ക് കിട്ടുന്നുണ്ട്. ഒരുപാട് നല്ല മരങ്ങളും ഒരുപാട് കിളികളും നല്ല തണുപ്പും മഞ്ഞും ഒക്കെ ആയിട്ട് ഈ പ്ലാറ്റ്ഫോമിലൂടെ നടക്കാൻ ഭയങ്കര രസമാണ്. ഇവിടെ ഒരു പ്ലാറ്റ്ഫോം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു സ്ട്രക്ചർ ആണെന്ന് പറയാം. ഈ മരങ്ങളുടെ ഇടയിൽ കൂടെയാണ് സ്ട്രക്ചർ പോയിരിക്കുന്നത്. അതിൻ്റെ മുകളിലൂടെ നമുക്ക് നടക്കാൻ പറ്റും. ഇടയ്ക്കിടയ്ക്ക് ഓരോ ഷേപ്പുകളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓരോ ഷേപ്പുകളിലൊക്കെ നമുക്ക് പോയി നിൽക്കാം, ഫോട്ടോസ് എടുക്കാം, കുറേ നേരം നമുക്ക് ഇതിലെ കൂടെ നടക്കാം. എത്ര നടന്നാലും മതി വരാത്ത ഒരു ക്ലൈമറ്റും ഒക്കെയാണ് ഇവിടെ ഉള്ളത്. ശരിക്കും നമ്മൾ തന്നെ ലോസ്റ്റ് ആയി പോകുന്ന ഒരു അവസ്ഥയാണ്. രാത്രി മുഴുവൻ യാത്ര ചെയ്ത് വന്നതുകൊണ്ടും അത്യാവശ്യം നല്ല രീതിയിൽ ടയേർഡ് ആയതുകൊണ്ടും ഞാൻ ഇന്ന് ഈ നന്ദി ഹിൽസിനോട് വിട പറയുകയാണ്. ഇതിനു മുമ്പ് ഒരു വട്ടം വന്നിട്ടും വീഡിയോസിലൊക്കെ കണ്ട നന്ദി ഹിൽസിനെ എനിക്ക് പൂർണ്ണമായി ആസ്വദിക്കാൻ പറ്റിയില്ല എന്ന് എനിക്ക് തോന്നിയിരുന്നു. അതുകൊണ്ടാണ് ഒന്നും കൂടെ ഞാൻ എൻ്റെ പ്ലാനിൽ നന്ദി ഹിൽസ് ഇൻക്ലൂഡ് ചെയ്തത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഈ സ്ഥലം നന്നായിട്ട് കണക്റ്റ് ആയി. അതുകൊണ്ട് ഞാൻ ഇനി ഒരിക്കൽ കൂടി വരുമെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഇവിടുന്ന് പോകുന്നത്. നിങ്ങൾ ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ ബാംഗ്ലൂർ വരുന്നവരാണെങ്കിലും അടുത്ത നിങ്ങളുടെ ട്രാവൽ പ്ലാനിൽ നന്ദി ഹിൽസും കൂടെ ഇൻക്ലൂഡ് ചെയ്യണം.
വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു സീസണിൽ തന്നെ വരാൻ നോക്കണം. അങ്ങനെയാണെങ്കിൽ നന്ദി ഹിൽസ് നിങ്ങൾക്ക് ഒരുപാട് നല്ല കാഴ്ചകൾ സമ്മാനിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ഒരു ലൈക്ക് തരണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യണം. ബാംഗ്ലൂരിൽ ഒരുപാട് കാഴ്ചകൾ ഇനി നമ്മുടെ അടുത്ത വീഡിയോകളിലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.